സൈനിക മേധാവിമാരുടെ കത്തിൽ ആശയക്കുഴപ്പം അറിയില്ലെന്ന് രണ്ടുപേർ കിട്ടിയില്ലെന്ന് രാഷ്ട്രപതി ഭവൻ. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ചൂടുപിടിക്കുന്നു. അതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും. സൈന്യത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി 150-ലേറെ മുൻ സൈനികർ രാഷ്ട്രപതിക്ക് അയച്ചെന്ന് അവകാശപ്പെടുന്ന കത്തിനെ ചൊല്ലി ആശയക്കുഴപ്പം തുടരുകയാണ്. കത്തിനെക്കുറിച്ചോ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചോ അറിയില്ലെന്ന് രണ്ട് മുൻ സൈനിക മേധാവികൾ വ്യക്തമാക്കി. മുൻ സൈനിക മേധാവി സുനീത് ഫ്രാൻസിസ് റോഡ്രിഗസും മുൻ വ്യോമസേനാ മേധാവി NC സൂര്യയുമാണ് കത്ത് നിഷേധിച്ച് രംഗത്തെത്തിയത്. എന്നാൽ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് താൻ തന്നെയാണെന്ന് മുൻ നാവികസേനാ മേധാവി സുരേഷ് മേത്ത സ്ഥിരീകരിച്ചു. കത്ത് കിട്ടിയിട്ടില്ലെന്നാണ് രാഷ്ട്രപതി ഭവനും പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരമൊരു കത്ത് പ്രചരിക്കുന്നതായി അറിഞ്ഞെന്നും എന്നാൽ അത്തരമൊരു കത്ത് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും രാഷ്ട്രപതി ഭവൻ വൃത്തങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കത്തെഴുതിയ എല്ലാ സൈനികരെയും പിന്തുണച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ സഹായകമാണ് ഈ കത്തെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ഏതായാലും കത്തിനെ ചുറ്റിപ്പറ്റിയുള്ള വലിയ വാർത്തകൾക്കിടെ ഏറ്റവും ഒടുവിലുള്ള പ്രതികരണങ്ങൾ കൂടുതൽ ചൂടേറുന്ന ചർച്ചയായി മാറുകയാണ്. 150-ലധികം മുൻ സൈനികർ ഒപ്പിട്ടെന്ന് അവകാശപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട കത്തിൽ രാഷ്ട്രീയ ലാഭത്തിനായി സൈന്യത്തെ ഉപയോഗിക്കണമെന്നത് തടയണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ബാലാകോട്ടിൽ പ്രത്യാക്രമണം നടത്തിയ ഇന്ത്യൻ സൈനികരെ മോദിജിയുടെ സേന എന്ന് പരാമർശിച്ച UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പരാമർശം എടുത്തു പറഞ്ഞാണ് കത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അടിയന്തരമായി ഇടപെടണമെന്നും സേനകളെക്കുറിച്ചുള്ള പരാമർശം രാഷ്ട്രീയക്കാർ സ്വന്തം ലാഭത്തിന് ഉപയോഗിക്കുന്നത് തടയണമെന്നുമാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഇപ്പോഴുള്ള അവകാശവാദങ്ങൾ. അത്യന്തം അപകടകരവും അസ്വസ്ഥതപ്പെടുത്തുന്നതുമായ ചില കാര്യങ്ങളുടെ ഇന്ത്യൻ സേനകളുടെ പരമോന്നത അധികാരിയായ താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ കത്ത് എന്ന് പറയുന്ന ഈ കത്തിൽ ചില രാഷ്ട്രീയ നേതാക്കൾ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ സ്വന്തം നേട്ടമായി എടുത്തു കാണിക്കുന്നു. ഇത് തീർത്തും അനുവദിക്കാനാകാത്തതാണ്. ചില നേതാക്കൾ എല്ലാ പരിധിയും വിട്ട് മോദിജി കി സേന എന്നുവരെ പരാമർശിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ പേരും പരാമർശിക്കുന്നു. വർത്തമാന്റെ ഫോട്ടോയും സൈനികരുടെ യൂണിഫോമും കാണിക്കുന്നു. ഇത് തടയപ്പെടേണ്ടതാണെന്നും കത്തിൽ പറയുന്നുണ്ട്. മുംബൈയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഊർമിള മണ്ഡോദ്കറുടെ പ്രചാരണ റാലിയിൽ അഭിനന്ദന്റെ ചിത്രം വച്ചത് വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ കത്തിൽ അഭിനന്ദന്റെ പേരടക്കം വച്ചതിനെതിരെ വലിയ പരാമർശങ്ങൾ ഉണ്ടെന്നാണ് വിവരങ്ങൾ. 3 മുൻ കരസേനാ മേധാവികളാണ് കത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത്. സുനീത് ഫ്രാൻസിസ് റോഡ്രിഗസ്, ശങ്കർ റോയ് ചൗധരി, ദീപക് കപൂർ, 4 മുൻ നാവികസേനാ മേധാവികളും കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ലക്ഷ്മി നാരായൺ, രാംദാസ്, വിഷ്ണു ഭാഗവത്, അരുൺ പ്രകാശ്, സുരേഷ് മേത്ത എന്നിവരാണത്. മുൻ വ്യോമസേനാ മേധാവി NC സൂര്യയും കത്തിൽ ഒപ്പുവച്ച മുൻ ഉന്നത ഉദ്യോഗസ്ഥരിൽ പെടുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. സൈനികരെയും ബന്ധപ്പെട്ട വിഷയങ്ങളെയും രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ നിന്നും പ്രചാരണങ്ങളിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയത് സ്വാഗതം ചെയ്യുന്ന മുൻ സൈനികർ എന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനാൽ അടിയന്തരമായി സൈന്യത്തെയും സൈനികരെയും സൈനിക യൂണിഫോമിനെയും ബന്ധപ്പെട്ട ചിഹ്നങ്ങളെയും സൈനിക നടപടികളെയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് തടയാൻ നടപടി വേണം എന്നാണ് കത്തിൽ സൈനികർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും കത്തിൽ വിവാദം പുകയുകയാണ്. കിട്ടിയെന്നും ഇല്ലെന്നുമുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്.